ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ ഏറ്റവും അധികം കഠിനാധ്വാനം ചെയ്ത വ്യക്തി ജിൻഡോ ആണെന്ന് അഭിഷേക് ശ്രീകുമാർ. പുള്ളി നന്നായി കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഷോയ്ക്ക് അകത്ത് വെച്ചും ലാലേട്ടന് മുന്നിൽ വെച്ചും ഞാൻ അത് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം നല്ല കഠിനാധ്വാനിയാണ്. അതിൻ്റെ റിസൾട്ടാണ് പുള്ളിയുടെ ബിഗ് ബോസ് കിരീട വിജയമെന്നും അഭിഷേക് വ്യക്തമാക്കുന്നു. മൈൽ സ്റ്റോൺ മേക്കേഴ്സ് എന്ന യൂട്യൂബ് ചാനൽ നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അഭിഷേക്. എന്ത് നീക്കമാണെങ്കിലും പുള്ളി ഒരുപാട് ചിന്തിക്കും. എന്നിട്ടാണ് അവർക്ക് എങ്ങനെയൊക്കെ പണി കൊടുക്കാമെന്ന് തീരുമാനിക്കുക. എവിടെ എന്ത് ചെയ്യണം എന്നൊക്കെ ഒരുപാട് ആലോചിക്കും. പിന്നെ എനിക്കും ഡാൻസ് അറിയത്തില്ല, പുള്ളിക്കും ഡാൻസ് അറിയത്തില്ല. എന്നാലും പുള്ളിക്കാരൻ അവസരം ചോദിച്ചു വാങ്ങി മുന്നിൽ വന്ന് ഡാൻസ് കളിക്കും. സ്കിറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചു വാങ്ങി തന്നെ മെയിൻ റോൾ എടുക്കും. ഞാനൊക്കെയാണെങ്കിൽ അത് നിൽക്കില്ല. അതൊക്കെ പുള്ളിയുടെ കഠിനാധ്വാനമായി എനിക്ക് തോന്നിയിട്ടുണ്ട്. ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയപ്പോഴാണ് ജാസ്മിൻ്റെയൊക്കെ കുറേ പരദൂഷണം കണ്ടത്. അതിനകത്ത് വെച്ച് അത് അറിഞ്ഞിരുന്നില്ല. അവിടെ വെച്ച് എല്ലാവരുമായും സംസാരിക്കുമല്ലോ. ടിക്കറ്റ് ഫിനാലെ അവനെ കിട്ടരുതെന്ന രീതിയിലൊക്കെ പലരും സംസാരിക്കുന്നത് കണ്ടു. എൻ്റെ കാര്യത്തിൽ അതൊരു പരദൂഷണമാണ്. പിന്നെ മൊത്തത്തിലാണെങ്കിൽ എല്ലാവരും ഇത്തരം കാര്യങ്ങൾ പറയും. വേറെ എന്തെങ്കിലുമൊക്കെ വേണ്ടേ സംസാരിക്കാനെന്നും അഭിഷേക് കൂട്ടിച്ചേർക്കുന്നു. ജിൻഡോ ചേട്ടൻ്റെ ഗോസിപ്പും പരദൂഷണവും ഒക്കെ രസകരമായിരുന്നു. ബാത്റൂമിൻ്റെ ഡസ്റ്റ് ബിന്നിൽ നിന്നും ലെറ്റർ കിട്ടിയെന്നത് ഒരു കാര്യം. ഏറ്റവും വലിയ കോമഡി മറ്റൊന്നാണ്. അവിടെ സെറ്റിൻ്റെ ഒരു പെയിൻറ് ഭാഗം ഇളകിപ്പോയിരുന്നു. അത് നോറ പോയി ഇടിച്ചെടുക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ജിൻഡോ ചേട്ടൻ പറയുന്നത്, ആ പെയിൻറ്റിൻ്റെ പീസ് എൻ്റെ ചായയിൽ കൊണ്ടിട്ടു, എനിക്ക് 3 ദിവസമായി വയറിളക്കമായിരുന്നു എന്നാണ്. ഇത് കേട്ടും ഞാനും സായും ഒക്കെ ചിരിച്ചു വീണു. ഇത്തരം കഥകൾ അടിച്ചിറക്കുന്ന പ്രധാനപ്പെട്ട ഒരു വ്യക്തി ജിൻഡോയാണ്. ഒരു തരത്തിൽ തമാശയാണിതെല്ലാം. പിന്നെ അവിടെയുള്ള എല്ലാവർക്കും ഈഗോയുണ്ട്. നമ്മളെക്കാൾ ഒരുപടി മുകളിൽ മറ്റുള്ളവർ വരാൻ ആരും സമ്മതിക്കില്ല. എൻ്റെ കാര്യത്തിൽ ഏറ്റവും കെയറിങ്ങായി തോന്നിയിട്ടുള്ളത് പൂജയാണ്. വന്ന സമയത്ത് എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തിയപ്പോൾ പുള്ളിക്കാരിയാണ് സംസാരിക്കാനുണ്ടായിരുന്നത്. ബിഗ് ബോസിൽ പോയതോടെ കുറേ പേരുടെ കല്യാണം മുടങ്ങിയെന്ന് കേട്ടു. എന്നാൽ എൻ്റെ കാര്യത്തിൽ അത് എളുപ്പമാവുകയാണ് ചെയ്തത്. കുറേ ആലോചനകൾ ഇങ്ങോട്ട് വരുന്നു. ഇൻസ്റ്റയിലും മറ്റുമൊക്കെ കുറേ ലവ് ലെറ്റേഴ്സ് വന്നിട്ടുണ്ട്. എല്ലാം ഇരുന്ന് വായിക്കും. പരമാവധി ആളുകൾക്ക് മറുപടിയും കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ കൊണ്ടുവന്ന ബൊക്കയും എൻ്റെ ടീഷർട്ടും ഒക്കെ ആളുകൾ കൊണ്ടുപോയി. സുഹൃത്തുക്കൾ വഴിയും ആലോചനകൾ വരുന്നുണ്ടെന്നും അഭിഷേക് വ്യക്തമാക്കുന്നു. അവിടെ പലരും അഭിനയിച്ചു നിൽക്കുന്നതായി എനിക്ക് തോന്നിയിട്ടുണ്ട്. റിയലായിട്ടായിരുന്നില്ല അധികം ആളുകൾ നിന്നത്. നൂറയുടെ കാര്യം തന്നെ എടുക്കാം. അവൾ ഇച്ചിരി സഹതാപമൊക്കെ പിടിച്ച് അഭിനയിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. സിബിൻ ഭയങ്കര മാനിപ്പുലേഷൻ ആയിരുന്നു. അതൊരു കിടിലൻ ഗെയിമറായിരുന്നു. ജിൻഡോ ചേട്ടൻ്റെ മാനിപ്പുലേഷനും ഇതുപോലെയാണ്. കള്ളക്കഥകൾ അടിച്ചു വിടുകയാണെങ്കിൽ നമ്മൾ വിശ്വസിച്ച് പോകുമെന്ന് താരം കൂട്ടിച്ചേർക്കുന്നു.